ഹലോ ഗായ്സ്, നമ്മളുണ്ടല്ലോ പ്രാക്ടീസിന് പോകണം. അപ്പോൾ നമുക്കിവിടെ DAG മാമിൻ്റെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറേ ദിവസമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഞാനപ്പോൾ വീഡിയോ ഒന്നും പിടിക്കാറുണ്ടായില്ല. കാരണം 4 മണിക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോകുന്നത് 4 5 മണിയാകുമ്പോഴായിരിക്കും. നേരം വീഡിയോ പിടിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് 4:30ക്കാണ് നമുക്ക് മീറ്റിംഗ് പറഞ്ഞേക്കുന്നത്. നമുക്ക് 29, 30, 31 ഈ 3 ദിവസങ്ങൾ 7 ദിവസമായിരിക്കും നമുക്ക് പ്രോഗ്രാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം 29-ാം തീയതി ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ 28-ാം തീയതി ആണല്ലോ. അപ്പോൾ നാളെയാണ് പ്രോഗ്രാം. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ എല്ലാം സജ്ജീകരണങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ലാസ്റ്റ് റിഹേഴ്സലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് റിഹേഴ്സലിൻ്റെ ഒരു വീഡിയോ ചെറുത് രീതിയിൽ ഒന്ന് എടുക്കാമെന്ന്. കാരണം ഇനിയിപ്പോൾ റിഹേഴ്സലില്ലല്ലോ, ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്കാണ് നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഇന്ന് പ്രോഗ്രാം, ഡാൻസ്, പാട്ട്, അത് മാത്രമല്ല രംഗോലി, പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡാൻസ് ഇതിന് മുന്നേ ഞാൻ പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ സോളോ ഡാൻസായിട്ട് കളിക്കുന്നത്. പിന്നെ ഞാനൊരു ഗ്രൂപ്പ് ഡാൻസ് എന്ന് വെച്ചാൽ ഗണേഷ് വന്ദന, മറ്റേ ഗണനായക എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെയാണ്. അപ്പോൾ ക്ലാസിക്കലാണ് കേട്ടോ. ഞാൻ ഒരു മാസം ഓൺലൈനായിട്ട് ക്ലാസിക്കൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കളിക്കണത്. അപ്പോൾ ഞാൻ കളിച്ച് കഴിയുമ്പം അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ ഡാൻസ് ഡ്രസ്സ് വന്നത് കോസ്റ്റ്യൂം വന്നിട്ട് മഹാരാഷ്ട്രക്കാരുടെ കോസ്റ്റ്യൂമാണ്. ഒരു പ്രത്യേക രീതിക്ക് സാരി കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ് ഞാൻ അത് ഉടുത്ത് കഴിയുമ്പം. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പ്രാക്ടീസിന് പോവാണ്. ഞാനിപ്പം ഒരുപാട് നാളായിട്ട്, അതായത് കോളേജിൽ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഡാൻസ് ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്കിതിനൊരു ചാൻസ് കിട്ടിയത്. ഞാൻ ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചല്ലായിരുന്നു. പക്ഷേ എന്തോ കളിക്കുമെന്ന് ചോദിച്ചപ്പം നമുക്കറിയാവുന്ന പണി നമുക്ക് ചെയ്യാമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പം ഓരോരോ വീഡിയോസ് കാണുന്നതിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നത്. അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം, അതായത് 2025 ഒരു പൊട്ട വർഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഭയങ്കര പൊട്ട വർഷമായിരുന്നു. അപ്പോൾ ഞാൻ ഡിസംബറിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ആരോടും ചോദിക്കുക പറയുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എന്താണോ എനിക്ക് തോന്നുന്നത് അത് ഞാൻ ചെയ്യുമെന്നുള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഡാൻസ് കളിക്കാനാണെങ്കിൽ എന്തായാലും എൻ്റെ കെട്ടിയും എനിക്ക് സപ്പോർട്ടാണ്. ആൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ആൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പറയും എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കളിക്കിട്ടുന്നു. പിന്നെ ആ ഒരു നമുക്ക് അതിൻ്റെതായ ഒരു നാക്കുണ്ടെങ്കിൽ കളിക്കാൻ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇനിയിപ്പം എൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ വേറെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും എന്നാണ് എൻ്റെ ഒരു ആഗമന നിഗമനം. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിൻ്റെ അവിടേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം DAG ഇൻസ്പെക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടെൻറ്റ് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇന്ന് എൻ്റെ ഇക്കാക്ക് ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ആ വഴിയാണ് നടന്നങ്ങ് പോകുന്നത്. അപ്പോൾ ഇക്കാനെ കണ്ടു, ജസ്റ്റ് ഹായ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഏതാണ് സംഭവം കേട്ടോ. എല്ലാവരും പൊയ്ക്കൊണ്ടേ ഇരിക്കുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പിള്ളേർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കളിക്കാനുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ചർച്ച ചെയ്യുവാണ് ഇനി എന്താണ് അടുത്തത് എന്നാണ് പ്രോഗ്രാം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു നാളെയാണ് പ്രോഗ്രാം വന്നത്, 29-ാം തീയതിയാണ് വരുന്നത്, വൈകിട്ടാണ് എന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു കേട്ടോ നമ്മളോട്. അപ്പോൾ നമ്മളിത് സ്റ്റേജ് വന്നിട്ട് ഇതാണ്, വലിയ സ്റ്റേജൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം അലങ്കരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് എല്ലായിടത്തും ഗൂഢാലോചനയാണ്, എന്താണ് ഇനി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അലമ്പരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഗൂഢാലോചന നടത്താൻ എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല. പിന്നെ ഇതാണ് നമ്മുടെ പൂജാ ദീദി. ആൾ ഭയങ്കര പാട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ ആക്കണ പാട്ടായിരുന്നു ആദ്യം. പിന്നെ ഇത് പഞ്ചാബി ഡാൻസ് ഉണ്ട്, ഭയങ്കര സൂപ്പർ ഡാൻസാണ്, നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെയും ഓരോ സ്ഥലത്ത് പ്രാക്ടീസ് കഴിയുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഗൂഢാലോചന നടത്തിക്കൊണ്ടേയിരിക്കും. അതങ്ങനെയാണല്ലോ, പ്രാക്ടീസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരം മാത്രമാണ് കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിയോമ വന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് വന്നിട്ട്. അപ്പം നമുക്ക് പാട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് അപ്പോഴത്തേക്കും മാം വന്നിട്ട് നമുക്ക് ഇങ്ങനെ കളിക്കും എന്നൊക്കെ പറയുവാണ്. കുഴപ്പമില്ലാത്ത രീതിക്ക് കളിച്ചു എന്നാണ് എൻ്റെ ഒരിത്. അപ്പോൾ നമ്മളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതുപോലെ സൂക്ഷിച്ച് കളിക്കണം, നമ്മുടെ യൂണിറ്റിന് മോശമൊന്നും ആവരുത് എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ടെൻഷനുണ്ട്, നമുക്കതിലും വലിയ ടെൻഷനാണ്. അത് കഴിഞ്ഞപ്പം ഇവിടെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ഓരോരുത്തർ സോളോ ഡാൻസ് പകുതിയൊക്കെ നടന്നിട്ടോ. നമ്മൾ പേരനുസരിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. ഇത് സ്വാഗതം പാടുന്നവരാണ്, ഇത് ഇവിടുത്തെ പാട്ടുകാരികളാണ്. അപ്പോൾ ഇവരുടെ പാട്ടും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലേ സ്കൂളിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്കിനി പ്ലേ സ്കൂളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ
പഞ്ചാബി ഡാൻസ് ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോഴാണ്ടോ അതിൻ്റെ ഒരു നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടെ നമ്മൾ പോവാണ്, പ്ലേ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ട്. നമുക്ക് നാളെ വീഡിയോ പിടിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അടുത്തരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ലതാണെങ്കിൽ. ബൈ.